ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്റർ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻ്റ് ഓർഗനിസത്തിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ചും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് മസിൽ ടിഷ്യൂവിനെ കുറിച്ചാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ് തീരാൻ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, മസ്കുലാർ മൂവ്മെൻറ്റ്. മസിൽസിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടിട്ടാണ് ഒരുപാട് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഈ മസിൽ ടിഷ്യൂസ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്, കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ മസിൽ ടിഷ്യൂ എന്താണ്? ഈ മസിൽ ടിഷ്യൂ നമ്മളുടെ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് പോസിബിൾ ആക്കുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂന്ന് പറയുന്നതാണ് എന്തെന്ന്? മസിൽ ടിഷ്യൂ എന്ന്. അപ്പം നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് എന്ത്? മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ. വേരിയസ് ടൈപ്സ് ഓഫ് മസിൽസ് നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് മസിൽസ് നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തായിട്ട് വേരിയസ് ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മസിൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മസിൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മസിൽ സെൽസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? മസിൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മസിൽ സെൽസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബാക്കിയുള്ള സെൽസിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനത്തെ കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. മസിൽ സെൽസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. മസിൽ സെൽസിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെന്തുണ്ട്? ബാക്കി എല്ലാ സെൽസിലെയും പോലെ സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. എവിടെ? മസിൽ സെൽസ്. ഇനി ബാക്കിയുള്ള സെൽസിൽ നിന്ന് എന്താണ് മസിൽ സെൽസിനെ ഡിഫറൻ്റ് ആക്കുന്നത്? ഇവിടെ ആക്റ്റിനും മയോസിൻ എന്ന് പറയുന്ന മൈക്രോ ഫിലമെൻറ്റ്സ്, പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് പ്രസൻ്റ് ആണ് ഇവിടെ മസിൽ സെൽസിൽ. എന്തൊക്കെയാണ്? ആക്റ്റിനും മയോസിനും. അപ്പം നോക്കിക്കേ, സാധാരണ സെൽസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയുണ്ട് അവിടെ? 2 മൈക്രോ ഫിലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആക്റ്റിൻ ഫിലമെൻറ്റും മയോസിൻ ഫിലമെൻറ്റും നമ്മുടെ മസിൽ സെൽസിലുണ്ട്. ഈ ആക്റ്റിനും മയോസിനുമാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ മസിലിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്റ്റിനും മയോസിനും ആണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എങ്ങനെയാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്റ്റിനും മയോസിനും കൺട്രാക്ഷനും റിലാക്സേഷനും എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത് എന്നുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിനി +1 +2 ഒക്കെ പഠിക്കും. അവിടെ ഒരു സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഒരു മസിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, മസിൽസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആക്റ്റിൻ്റെ പൊസിഷൻ? ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അകന്നായിരിക്കും ഇരിക്കുന്നത്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അകന്നിരിക്കും. എപ്പോൾ? ഒരു മസിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ. ഒരു മസിൽ കൺട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കും? ഈ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അടുത്തായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ആക്റ്റിനും മയോസിൻ്റെയും ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടാണ് ഈ കൺട്രാക്ഷനും റിലാക്സേഷനും പോസിബിൾ ആവുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ആക്റ്റിൻ ഫിലമെൻറ്റും മയോസിൻ ഫിലമെൻറ്റും ആണ് കൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾ പഠിച്ചിരിക്കാം. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസിനെ കുറിച്ച് നോക്കാം. മസിൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്? 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഏതൊക്കെയാ? സ്കെലിറ്റൽ മസിൽസ്. ആദ്യത്തെ സ്കെലിറ്റൽ മസിൽസ്. പിന്നെന്താ ഉള്ളത്? സ്മൂത്ത് മസിൽസ്. പിന്നുള്ളതോ? കാർഡിയാക് മസിൽസ്. അപ്പോൾ 3 മസിലുകളുടെയും പിക്ചേഴ്സ് ഒന്ന് നോക്കി വെക്കുക. സ്കെലിറ്റൽ മസിൽ കാണാൻ എങ്ങനെ ഇരിക്കും? സ്മൂത്ത് മസിൽ കാണാൻ എങ്ങനെ ഇരിക്കും? കാർഡിയാക് മസിൽ എങ്ങനെയുണ്ട് കാണാനെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കതിൻ്റെ ഫർദർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നമുക്ക് ഓരോ മസിൽസും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽ. നമ്മുടെ ബോൺസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിന് പറയുന്ന പേരെന്താ? സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയും. എന്താണ്? സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയും. ആ സ്കെലിറ്റൽ മസിൽസ് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നതെന്ന് അറിയാവോ? ആ സ്കെലിറ്റൽ മസിൽസ് ഇരിക്കുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്.
ഏത് ഷേപ്പിലാണ്? സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ഇനി നമ്മൾ നേരത്തെ നോക്കി സ്കെൽറ്റൽ മസിൽസിൻ്റെ പിക്ചർ കണ്ടു. അവിടെ എന്തെങ്കിലും സ്ട്രയേഷൻസ് ഉണ്ടായിരുന്നു? എന്തെങ്കിലും സ്ട്രിപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഉണ്ട്, സ്ട്രയേഷൻസ് പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താ? സ്കെൽറ്റൽ മസിൽസിൽ സ്ട്രയേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ സ്കെൽറ്റൽ മസിൽ കണ്ട സമയത്ത് എന്തെങ്കിലും ബ്രാഞ്ചിങ് ആ മസിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ നമുക്ക്? ഇല്ല, ഒരു ബ്രാഞ്ചിങ്ങും അവിടെ കാണാൻ പറ്റിയില്ല, അവിടെ ബ്രാഞ്ചസ് ഇല്ല. ഇനി നമുക്ക് സ്കെൽറ്റൽ മസിൽസ്, അതായത് നമ്മളുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ് നമ്മളുടെ കൺട്രോളിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കുക, നിങ്ങളുടെ കൈ നിങ്ങൾക്ക് അനക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അനക്കാം. ഇപ്പോൾ കയ്യിലൊരു പേന പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ട് ആ പേന നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് കൈയും കാലും ഒക്കെ അനക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ എന്താ? നിങ്ങൾക്ക് വില്ലിനനുസരിച്ച് നിങ്ങളുടെ സ്കെൽറ്റൽ മസിൽസിനെ കൺട്രോൾ ചെയ്യാം, അത് പോസിബിൾ ആണ്. അടുത്ത് നോക്കിക്കേ, മസിൽസ് ഇൻ ദ ഹോളോ ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ സ്റ്റൊമക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസ്, അവിടെയൊക്കെ കാണപ്പെടുന്ന മസിൽസിന് എന്താ പറയുന്നത്? സ്മൂത്ത് മസിൽസ് എന്നാണ് പറയുന്നത്. സ്മൂത്ത് മസിൽസ് എന്നാണ് പറയുന്നത്. ആ സ്മൂത്ത് മസിൽസ് ഏത് ഷേപ്പിലാണ് കാണുന്നത്? സ്പിൻഡിൽ ഷേപ്പിലാണ് കാണുന്നത്. ഏത് ഷേപ്പിലാണ്? സ്പിൻഡിൽ ഷേപ്പിലാണ് അവിടുത്തെ മസിൽസ് കാണപ്പെടുന്നത്. സ്പിൻഡിൽ ഷേപ്പ്, സ്പിൻഡിൽ ഷേപ്പിലാണ് അവിടുത്തെ മസിൽസ് കാണപ്പെടുന്നത്. ഇനി അവിടെ സ്ട്രയേഷൻസ് ഉണ്ടോ? സ്മൂത്ത് മസിൽസ്, ആ പേര് തന്നെ കേട്ടെ, സ്മൂത്ത് മസിൽസ്. അവിടെ ഇടയ്ക്ക് വരെയും സ്ട്രിപ്സും അങ്ങനെയൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം എന്താ? സ്മൂത്ത് മസിൽസിൽ എന്താ? സ്ട്രയേഷൻസ് ഇല്ല. ഇനി നമ്മൾ ഒരു സ്മൂത്ത് മസിലാണ്, ആ സ്പിൻഡിൽ ഷേപ്പിൻ്റെ അടുത്ത് നമ്മളൊരു സ്മൂത്ത് മസിലാണ് വരച്ചിരിക്കുന്നത്. അവിടെ ബ്രാഞ്ചിങ് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോടാ? ഇല്ല. ബ്രാഞ്ചസ് ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങളുടെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും അവിടെയൊക്കെയാണ് സ്മൂത്ത് മസിൽസ് കാണുന്നതെന്ന് പറഞ്ഞു. അതിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റൊമക്കിൻ്റെ മൂവ്മെൻറ്റ് നിർത്താനോ കൂട്ടാനോ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ വില്ലിനനുസരിച്ച് നമുക്ക് സ്മൂത്ത് മസിൽസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അടുത്താണ് മസിൽസ് ഇൻ ദ വാൾസ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൽ, നമ്മുടെ ഹാർട്ടിൻ്റെ വാൾസിൽ, ഹാർട്ടിൻ്റെ വാളിൽ, ഹാർട്ടിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന മസിൽസ്, അതിനെന്താ പറയുന്നത്? കാർഡിയാക് മസിൽസ് എന്നാണ് പറയുന്നത്. എന്താണ്? കാർഡിയാക് മസിൽസ് എന്നാണ് പറയുന്നത്. ഈ കാർഡിയാക് മസിൽസ് നമ്മൾ 3 ടൈപ്പ് ഓഫ് മസിൽസിൻ്റെ പിക്ചർ കണ്ടു. അതിൽ നമ്മൾ കാർഡിയാക് മസിൽസ് കാണുമ്പോൾ മാത്രം അവിടെ എന്തുണ്ടായിരുന്നു? ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാർഡിയാക് മസിലിൻ്റെ ഷേപ്പ് എന്താണ്? ബ്രാഞ്ച്ഡ് ആണ്. എന്താണ്? ബ്രാഞ്ച്ഡ് ആണ്. അവിടെ സ്ട്രയേഷൻസ് ഉണ്ടായിരുന്നോ? ഉണ്ട്. അവിടെ എന്താണ്? സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. ബ്രാഞ്ച്ഡ് ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഹാർട്ടിനെ നമ്മളുടെ കൺട്രോളിൽ, നമ്മുടെ വില്ലിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് നേരത്തേക്ക് ഹാർട്ടിപ്പോൾ മിടിക്കണ്ട, ഇനി ബീറ്റ് ചെയ്യണ്ട, കുറച്ച് നേരം കഴിഞ്ഞ് ബീറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ കൺട്രോളിലല്ല കാർഡിയാക് മസിൽസ്. അപ്പം എന്താണ്? നമുക്ക് നമ്മളുടെ വില്ലിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനെ? കാർഡിയാക് മസിൽസിനെ. അപ്പോൾ ഇതാണ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. അടുത്ത് നോക്കാം, വോളണ്ടറി മസിൽ എന്താണ്, ഇൻവോളണ്ടറി മസിൽ എന്താണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മസിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ വില്ലിനനുസരിച്ച് നമുക്ക് സ്കെൽറ്റൽ മസിൽസിനെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മസിലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു മസിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതെന്താണ്? ഇൻവോളണ്ടറി മസിലാണ്. നമുക്ക് നമ്മുടെ ഹാർട്ടിനെയോ അല്ലെങ്കിൽ സ്റ്റൊമക്കിനെയോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്. അപ്പോൾ എന്താണ്? വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസും. വോളണ്ടറി മസിൽസ് എവിടെയൊക്കെ കാണുന്നു? നിങ്ങളുടെ കയ്യിൽ. ഇപ്പം നമുക്ക് കൈതാ അനക്കാം. നമ്മളുടെ വില്ലിനനുസരിച്ച് നമുക്ക് കൈകൾ അനക്കാൻ പറ്റുന്നു. അപ്പം എന്താണ്? വോളണ്ടറി മസിലാണ് ഹാൻഡ്സിലുള്ളത്. മസിൽസ് ഓഫ് ഹാൻഡ്സ്. അതുപോലെ നമുക്ക് നമ്മുടെ കാലും അനക്കാൻ പറ്റും അല്ലേ? മസിൽസ് ഓഫ് ലെഗ്സ്. അപ്പോൾ നമുക്ക് മസിൽസ് ഓഫ് ഹാൻഡ് നമുക്ക് മൂവ് ചെയ്യാം, ലെഗ്സ് നമുക്ക് മൂവ് ചെയ്യാം, അതുപോലെ നമുക്ക് നമ്മുടെ നെക്കും മൂവ് ചെയ്യാം. മസിൽസ് ഓഫ് നെക്കിലെ മസിൽസും വോളണ്ടറി മസിൽസിന് എക്സാമ്പിൾ ആണ്. ഇനി ഇൻവോളണ്ടറി മസിൽസ് എന്തൊക്കെയാണ്? ഇൻവോളണ്ടറി മസിൽസ്
ഇൻവോളണ്ടറി മസിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് അത് മൗത്തിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് ഏത് ഭാഗം വഴിയാ? ഈസോഫാഗസ് വഴിയാ. ഈസോഫാഗസ് വഴി എങ്ങനെയാ? പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൊണ്ടാണ് ഫുഡ് എത്തുന്നതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ എന്താ, ഈ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈസോഫാഗസിലെ മസിൽസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഫുഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ വരെ മൂവ് ചെയ്താൽ മതി, ഇനി സ്റ്റൊമക്കിലേക്ക് പോകണ്ടെന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോടാ? ഇല്ല. അപ്പൊ എന്താ, ഇൻവോളണ്ടറി മൂവ്മെന്റ് മസിൽസിന് എക്സാമ്പിൾ ആണ് മസിൽ ഓഫ് ഈസോഫാഗസ്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, കാർഡിയാക് സെൽസിനെ അല്ലെങ്കിൽ ഹാർട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. അപ്പം മസിൽസ് ഓഫ് ഹാർട്ട് എന്താണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻ, സ്റ്റൊമക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെയൊക്കെ എന്താണ്, ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഇൻവോളണ്ടറി മസിൽസ് ആണ്. അപ്പോൾ വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസും മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, കുറച്ച് മസിൽസിനെ എങ്ങനെയാണ് മസിൽ ഏത് തരത്തിൽ ഫങ്ഷൻ ചെയ്തിട്ടാണ് നമുക്ക് നമ്മളുടെ ഫോൾഡിങ്, സ്ട്രെച്ചിങ് അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് പോസിബിൾ ആക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പം നമ്മൾ ടെക്സ്റ്റിൽ നമ്മളുടെ കൈയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള മസിൽസിനെ പറയുന്നുണ്ട്. അപ്പം എന്താണ്, ഇവിടെ നമ്മൾ കാണുന്ന ഈ മസിൽസിന് എന്താ പറയുന്നത്? ഫ്ലെക്സാർ മസിൽസ് എന്നും ഇവിടെ കാണുന്ന മസിൽസിന് എന്താ പറയുന്നത്? എക്സ്റ്റൻസാർ മസിൽസ് എന്നുമാണ് പറയുന്നത്. അതിൻ്റെ പിക്ചർ എവിടെ കൊടുത്തിട്ടുണ്ട്? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണ് അവിടെ. മസിൽസ് 2 തരം മസിൽസ് ഉണ്ട്. ഫ്ലെക്സാർ മസിൽസും ഉണ്ട്. എന്താണ്? ഫ്ലെക്സാർ മസിൽസും ഉണ്ട്. എക്സ്റ്റൻസാർ മസിൽസും ഉണ്ട്. എന്താണ്? എക്സ്റ്റൻസാർ മസിൽസും ഉണ്ട്. ഈ മസിൽസ് എവിടെ ചേർന്നായിരിക്കുന്നത്? ബോൺസിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഈ മസിൽസിനെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം എന്താണ്? ടെൻഡൺ ആണ്. മസിൽസിനെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആരാണ്? ടെൻഡൺ ആണ്. അപ്പം എന്താണ്? ഫ്ലെക്സാർ മസിൽസ് ഉണ്ട്, എക്സ്റ്റൻസാർ മസിൽസ് ഉണ്ട്, ടെൻഡൺ ഉണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ പോവാം. ദ പാർട്ട് ദാറ്റ് കണക്ട് മസിൽസ് ടു ബോണിലേക്ക് മസിൽസിനെ കണക്ട് ചെയ്യുന്ന ഭാഗം ഏതാ? നമ്മൾ പറഞ്ഞു ടെൻഡൺ എന്നാണ് പറയുന്നത്. ടെൻഡൺ കണക്ട്സ് മസിൽ ടു ബോൺസ്. ഇനി മസിൽസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ്. നമ്മുടെ ഹാൻഡ്സിന്റെ മൂവ്മെന്റ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിൽസ് ആണ് ഏതൊക്കെ? ഫ്ലെക്സാർ മസിൽസും എക്സ്റ്റൻസാർ മസിൽസും. ഫ്ലെക്സാർ മസിൽസും എക്സ്റ്റൻസാർ മസിൽസും. ഇനി നമ്മൾ ഈ ഒരു മസിൽസിനെ എന്തിനാണ് ബോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബോണുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ മസിൽസിന് എന്താണ് നന്നായിട്ട് മൂവ്മെന്റ്സ് നടത്താൻ പറ്റുള്ളൂ. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നാൽ മാത്രമേ അവിടെ വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് പോസിബിൾ ആവുകയുള്ളൂ. മൂവ്മെന്റ്സ് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ എന്താണ്? ഈ മസിൽസ് ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി നമ്മളുടെ കൈ ഫോൾഡ് ചെയ്യുന്നു. ഇവിടെ ഫ്ലെക്സാർ മസിൽസും ഉണ്ട്, എക്സ്റ്റൻസാർ മസിൽസും ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ കൈ ഫോൾഡ് ചെയ്യുന്നു. കൈ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 2 കാര്യങ്ങൾ സംഭവിക്കും. കൈ ഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെയുള്ള ഫ്ലെക്സാർ മസിൽസ് എന്ത് ചെയ്യും? ഫ്ലെക്സാർ മസിൽസ് കൺട്രാക്ട് ചെയ്തിരിക്കും. ഇവിടെയുള്ള എക്സ്റ്റൻസാർ മസിൽസ് എന്ത് ചെയ്യും? റിലാക്സ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ കൈ ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡിങ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്താണ് ആ 2 കാര്യങ്ങൾ? ഫ്ലെക്സാർ മസിൽസ് കൺട്രാക്ട് ചെയ്യും. എക്സ്റ്റൻസാർ മസിൽസോ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കൈ ഫോൾഡ് ചെയ്യുന്നു, ഫ്ലെക്സാർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, എക്സ്റ്റൻസാർ മസിൽസ് റിലാക്സ് ചെയ്തിരിക്കുന്നു. ഇനി കൈ സ്ട്രെച്ച് ചെയ്യുന്നു. കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്ലെക്സാർ മസിൽസ് അവിടെ എന്തായിരിക്കും? റിലാക്സ്ഡ് ആയിരിക്കും. എക്സ്റ്റൻസാർ മസിൽസ് കൺട്രാക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഇപ്പം എന്താണ്? സ്ട്രെച്ച് ചെയ്തു. ഇപ്പം എന്താണ്? ഫ്ലെക്സാർ മസിൽസ് എന്താണ്? റിലാക്സ് ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റൻസാർ മസിൽസ് കൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 തരം മൂവ്മെന്റ്സിലും മസിൽസ്, ഫ്ലെക്സാർ മൂവ്മെന്റ്സും ഫ്ലെക്സാർ മസിൽസും എക്സ്റ്റൻസാർ മസിൽസും എന്താണ്? ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈ ഫോൾഡ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സാർ മസിൽസ് അവിടെ കൺട്രാക്ട് ചെയ്യായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എക്സ്റ്റൻസാർ മസിൽസ് എന്ത് ചെയ്യുക? റിലാക്സ് ചെയ്തിരിക്കുകയാണ്. തിരിച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എക്സ്റ്റൻസാർ മസിൽസ് കൺട്രാക്ട് ചെയ്യും. അതുപോലെ ഫ്ലെക്സാർ മസിൽസ് എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഇതാണ് ഈ മസിലുകളുടെ ഫങ്ഷനിങ് ആൻറ്റഗോണിസ്റ്റിക് ആണ്. ഒന്നിനെതിരായിട്ട് മറ്റേത് ഫങ്ഷൻ ചെയ്യുന്ന ആക്ഷൻസ്
എഗെയിൻസ്റ്റ് ആയിരിക്കും. ഒന്ന് കൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്ന് റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടാണ് ഇവ ഫങ്ഷൻ ചെയ്യുന്നത്. ആ ഒരു പിക്ചറിൽ നമുക്ക് അത് ഫോൾഡ് ചെയ്തിരിക്കുന്നതും സ്ട്രെച്ച് ചെയ്തിരിക്കുന്നതും രണ്ടും നമുക്ക് കാണാൻ പറ്റും. ഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ ഫ്ലെക്സാർ മസിൽസ് കൺട്രാക്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ എക്സ്റ്റൻസാർ മസിൽസ് കൺട്രാക്ട് ചെയ്തിരിക്കുന്നതും ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യമാണ് മസിൽ ഫറ്റീഗ്. മസിൽ ഫറ്റീഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, സൈക്ലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓടുന്നു, അല്ലെങ്കിൽ വളരെ ദൂരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മസിൽസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മസിൽസിന് ഫങ്ഷൻ ചെയ്യാൻ എന്ത് വേണം എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞു. മസിൽസിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പം നമ്മളുടെ മസിൽസ് മൂവ് ചെയ്യാനും എന്ത് വേണം? എനർജി വേണം. നമ്മുടെ ബോഡിയിൽ എങ്ങനെ എനർജി കിട്ടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ലുലാർ റെസ്പിറേഷൻ വഴി. സെല്ലുലാർ റെസ്പിറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രെബ്സ് സൈക്കിളും ഗ്ലൈക്കോളിസിസും ഒക്കെ നടന്നിട്ടാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ATP എന്തിനു വേണം? നമുക്ക് എനർജിക്ക് വേണം. ഇപ്പോൾ ATP റിലീസ് ചെയ്യുന്ന ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് വേണം? ഓക്സിജൻ വേണം, അല്ലേ? ക്രെബ്സ് സൈക്കിൾ നടക്കുമ്പോൾ നമുക്ക് അവിടെ ഓക്സിജൻ വേണം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ മസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? ഓക്സിജൻ എപ്പോഴെങ്കിലും വേണ്ട വിധത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? മസിൽസിന് ക്ഷീണം വരും. അതാണെന്ത്? മസ്കുലാർ ഫറ്റീഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താണ്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ മസിലിന് ആവശ്യമായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? മസ്കുലാർ ഫറ്റീഗ്. അപ്പം എന്താണ്? നമുക്ക് നമ്മുടെ മസിലിന് ടെമ്പററി ആയിട്ട് കൺട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഈ മസ്കുലാർ ഫറ്റീഗ് വരുമ്പോൾ എന്താണ്? ടെമ്പററി ആയിട്ട് നമ്മുടെ മസിൽസിന് കൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പം എന്ത് പറ്റുന്ന? മസിൽ ഫറ്റീഗ്. അപ്പം എന്താണ്? നമ്മളുടെ ഓക്സിജൻ ഇല്ലാതെ വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ടെമ്പററി ആയിട്ട് നമ്മുടെ മസിലിന് കൺട്രാക്ട് ചെയ്യാനുള്ള പവർ ഇല്ലാതായി പോകുന്നു. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? മസ്കുലാർ ഫറ്റീഗ് ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും കാര്യം നമ്മൾ നോക്കി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് നമുക്കിത് ഇന്നത്തെ ക്ലാസ് നിർത്താം. മസിൽസ് മാത്രം മതിയോ നമ്മളുടെ മൂവ്മെൻറ്റ് നടക്കാൻ? മസിൽസ് മാത്രം മതിയോ? മസിൽസ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് മൂവ്മെൻറ്റിന് ആവശ്യമില്ല എന്നുണ്ടോ? അല്ല. നമ്മുടെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാ? മസിൽസും ബോൺസും ഒക്കെ ചേർന്നിട്ടാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിയിലെ മസിൽസ് എവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ഒരു കാർട്ടിലേജിലോ അല്ലെങ്കിൽ ബോണിലോ അറ്റാച്ച് ചെയ്തിരിക്കുകയായിരിക്കും നമ്മുടെ മസിൽസ്, അല്ലേ? അപ്പം നമ്മുടെ മസിൽസിന് ഒരിക്കലും ഒറ്റയ്ക്ക് മൂവ്മെൻറ്റ് മൊത്തത്തിൽ നടത്താൻ പറ്റില്ല. ആരുടെ ഹെൽപ്പും സപ്പോർട്ടും വേണം, ബോൺസ് കൂടി വേണം. അപ്പം നമ്മൾ മസിൽസിനെ കുറിച്ച് ഇന്ന് പഠിച്ചു. നമുക്കിനി ബോൺസിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും നോട്ട്സൊക്കെ എഴുതി സെറ്റായിട്ടിരിക്കണം. താങ്ക് യു.